Next portion, continuous audit. Audit work done in an enterprise continuously throughout the course of the accounting year at regular or irregular intervals is called continuous audit. ഒരു ഓർഗനൈസേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു അക്കൗണ്ടിങ് ഇയർ ഫുള്ളായിട്ട് ഓഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ചിലപ്പം റെഗുലർ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇറഗുലർ ഇൻ്റർവെല്ലായിരിക്കും അവർ വന്ന് ഓഡിറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഓരോ മന്ത് എൻഡിലോ വല്ലതും ഒക്കെ ആയിരിക്കും അവർ വന്ന് ഓഡിറ്റ് ചെയ്യുന്നത്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, അതല്ലെങ്കിൽ ചിലപ്പം അങ്ങനെ ഒരു കൃത്യമായ 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 1 മാസം കംപ്ലീറ്റ് ആകുമ്പോഴോ അങ്ങനെയൊന്നുമല്ല. ചിലപ്പം ഒരു 3 മാസം കഴിയുമ്പോൾ, ചിലപ്പോൾ അടുത്തൊരു 2 മാസം കഴിയുമ്പോൾ, അതല്ലെങ്കിൽ അടുത്തൊരു 4 മാസം കഴിയുമ്പോൾ, അങ്ങനെ ഇറഗുലർ ഇൻ്റർവെൽസിലും ഒരു അക്കൗണ്ട് ഇയർ ഫുള്ളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. The external auditor makes a thorough and detailed examination of the books of accounts with the help of relevant documents. ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു തറോ ചെക്കിംഗ് ആണ് ഈ കണ്ടിന്യൂസ് ഓഡിറ്റിൽ നടക്കുന്നത്. അതൊരു എക്സ്റ്റേണൽ ഓഡിറ്റർ ആണ് നടക്കുന്നത്. ആ ഒരു ഓർഗനൈസേഷനിലെ ആളുകളല്ല നടത്തുന്നത്, പുറത്തുനിന്നുള്ള ആളുകളാണ് ഓഡിറ്റേഴ്സ് ആയിട്ട് വരുന്നത്. ആ എന്റർപ്രൈസസിലെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഡീറ്റെയിൽഡ് ആയിട്ട് വിശദമായിട്ട് ഓരോ കാര്യങ്ങളും, ഓരോ ട്രാൻസാക്ഷനും, ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ അവർ ഓഡിറ്റ് ചെയ്യും. അവിടെയുള്ള എല്ലാ ഡോക്യുമെന്റ്സും അവർ പരിശോധിക്കുകയും ചെയ്യും. In continuous audit, accounting and auditing go side by side, and at the end of the financial period, the auditor checks the final accounts. കണ്ടിന്യൂസ് ഓഡിറ്റിൽ അക്കൗണ്ടിങ്ങും ഓഡിറ്റിങ്ങും ഒരു സൈഡ് ബൈ സൈഡ് ആയിട്ടാണ് പോകുന്നത്. എന്നിട്ട് ഫിനാൻഷ്യൽ പീരീഡിന്റെ അവസാനം ആണ് ഓഡിറ്റർ ഫൈനൽ അക്കൗണ്ട്സ് അവസാനം ചെക്ക് ചെയ്യും. This type of audit enables the concerned to publish the profit and loss account and balance sheet soon after the closing of the accounting year. ഈ ഒരു ഓഡിറ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ആ ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇയർ കംപ്ലീറ്റ് ആകുന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്കത് പബ്ലിഷ് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. കണ്ടിന്യൂസ് ഓഡിറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡീറ്റെയിൽഡ് ഓഡിറ്റ് ഓർ റണ്ണിംഗ് ഓഡിറ്റ്. കണ്ടിന്യൂസ് ഓഡിറ്റിന് ഡീറ്റെയിൽഡ് ഓഡിറ്റ് എന്നും റണ്ണിംഗ് ഓഡിറ്റ് എന്നും മറ്റു പേരുകളും ഉണ്ട്. According to R.C. Williams, a continuous audit is one where the auditor or his staff is constantly engaged in checking the accounts during the whole period, or where the auditor or his staff attends at regular or irregular intervals during the period. A continuous audit is one which the auditor or his staff is constantly engaged in checking the accounts during the whole period. ഒരു ഫിനാൻഷ്യൽ ഇയർ ഫുള്ളായിട്ട് അക്കൗണ്ട്സ് ചെക്ക് ചെയ്യുന്നതിൽ എൻഗേജ്ഡ് ആയിരിക്കും. ഒന്നെങ്കിൽ ഓഡിറ്റർ ആയിരിക്കും, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ആയിരിക്കും ഫുൾ ടൈം ഓഡിറ്റുമായിട്ട് ആ ഒരു എന്റർപ്രൈസിൽ ഉണ്ടാവുക. ഓർ വെയർ ദ ഓഡിറ്റർ ഓർ ഹിസ് സ്റ്റാഫ് അറ്റൻഡ്സ് അറ്റ് റെഗുലർ ഓർ ഇറഗുലർ ഇൻ്റർവൽസ് ഡ്യൂറിങ് ദ പീരീഡ്. ആ ഒരു അക്കൗണ്ടിങ് പീരീഡിൽ ഒന്നുകിൽ ഓഡിറ്റർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് ചിലപ്പോൾ റെഗുലർ ഇൻ്റർവൽസിലായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ ഇറഗുലർ ഇൻ്റർവൽസിലായിരിക്കും വരുന്നത്. അതുമല്ലെങ്കിൽ അവർ ഫുൾ ടൈം അവിടെ ചെക്കിങ്ങുമായിട്ട് ഉണ്ടാവും. അതാണ് R.C. വില്യംസ് എന്ന് പറയുന്ന ആളുടെ ഒപ്പീനിയനിൽ കണ്ടിന്യൂസ് ഓഡിറ്റ് എന്താണെന്നുള്ള ഡെഫിനിഷൻ. The continuous audit is applicable in the following cases. ഈ കണ്ടിന്യൂസ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവുന്ന ഈ താഴെ പറയുന്ന കാര്യങ്ങളിലാണ്. ഫസ്റ്റ് വൺ, where it is necessary to present the final account just at the close of the accounting year, like banks, railways, etc. അക്കൗണ്ടിങ് പീരീഡ് കഴിയുമ്പോൾ തന്നെ, ക്ലോസ് ചെയ്യുന്ന തൊട്ടടുത്ത ദിവസം തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഉൾപ്പെടുന്ന ഫൈനൽ അക്കൗണ്ട്സ് പബ്ലിഷ് ചെയ്യണം എന്ന് നിർബന്ധമുള്ള പ്രസ്ഥാനങ്ങളിലാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവുന്നത്. അതായത് ബാങ്ക്, റെയിൽവേസ്, അവരൊക്കെ അവരുടെ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ ക്ലോസ് ചെയ്യുന്ന അക്കൗണ്ടിങ് പീരീഡ് ക്ലോസ് ചെയ്യുന്ന തൊട്ടടുത്ത ദിവസം തന്നെ അവർക്ക് ഈ ഫൈനൽ അക്കൗണ്ട്സ് പബ്ലിഷ് ചെയ്യണം. രണ്ടാമത്, വേർ ട്രാൻസാക്ഷൻസ് ആർ ന്യൂമറസ്. ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ കണ്ടിന്യൂസ് ഓഡിറ്റ് അത്യാവശ്യമാണ്. Where a suitable system of internal check has not been applied and chances of errors and frauds exist. ഇന്റേണൽ ചെക്ക് സിസ്റ്റം ഒന്നും അത്ര സ്യൂട്ടബിളും അല്ല. അവിടെ തെറ്റുകളും ഫ്രോഡ് പരിപാടികളൊക്കെ കുറേയേറെ ഉണ്ടെങ്കിൽ അവിടെയും ഈ കണ്ടിന്യൂസ് ഓഡിറ്റ് നിർബന്ധമാണ്.
where the management requires monthly or quarterly review of financial position of the concern. ഇനി മാനേജ്മെന്റിന് ആവശ്യമാണ് മന്ത്ലി അല്ലെങ്കിൽ ക്വാർട്ടർലി റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ പൊസിഷന് ചിലപ്പോൾ മന്ത്ലി അറിയണം, അതല്ലെങ്കിൽ ക്വാർട്ടർലി അറിയണം എന്ന് മാനേജ്മെന്റിന് നിർബന്ധമുണ്ടെങ്കിൽ അവിടെയും ഈ കണ്ടിന്യൂസ് ഓഡിറ്റ് അത്യാവശ്യമാണ്. Then features. It is an examination of the books of accounts continuously throughout the accounting year or at regular or irregular intervals during the year. ഒരു അക്കൗണ്ടിങ് ഇയറിൻ്റെ റെഗുലർ അല്ലെങ്കിൽ ഇറഗുലർ ഇൻ്റർവെൽസിലോ അതല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടോ ഒരു എൻ്റർപ്രൈസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സോ ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇൻ കണ്ടിന്യൂസ് ഓഡിറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗ് ഗോ ടുഗദർ. ഈ കണ്ടിന്യൂസ് ഓഡിറ്റിൽ അക്കൗണ്ടിങ് ഓഡിറ്റിങ്ങും ഒരേ സമയമാണ് നടക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് എ ഡീറ്റെയിൽഡ് ചെക്കിംഗ് ഓഫ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദി ബിസിനസ്. ഇവിടെ ഒരു എൻ്റർപ്രൈസസിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഇത്രയും ഫീച്ചേഴ്സാണ് കണ്ടിന്യൂസ് ഓഡിറ്റിനുള്ളത്. ഇനി അഡ്വാൻറ്റേജസ്. ഈ കണ്ടിന്യൂസ് ഓഡിറ്റിൽ സാധാരണ ചോദിക്കുന്നത് ഇതൊക്കെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ്. സാധാരണ കണ്ടിന്യൂസ് ഓഡിറ്റിൻ്റെ ആണ് ഈ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ചോദിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഓഡിറ്റാണ് കണ്ടിന്യൂസ് ഓഡിറ്റ്. എന്ന് വെച്ച് മറ്റു ഓഡിറ്റൊന്നും പഠിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞേ. ഇത് സാധാരണ ചോദിക്കാറുള്ളൊരു ഓഡിറ്റാണ്. എങ്കിൽ പോലും എല്ലാ ഓഡിറ്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് ഈ ടൈപ്സ് ഓഫ് ഓഡിറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഓഡിറ്റിൻ്റെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചോദിക്കും. പിന്നെ ഈ പറഞ്ഞ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ആൻസർ എഴുതാനായിട്ട് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഇതിലൊക്കെ കണ്ടോ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ ഈ ബോൾഡ് ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്ന മെയിൻ ഹെഡ് അത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. അത് മസ്റ്റായിട്ടും പഠിച്ചിരിക്കുക. അത് നല്ല ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലോസ് ആൻഡ് എക്സോസ്റ്റീവ് ചെക്കിംഗ്. A detailed close and exhaustive checking can be possible as the auditor visits his client's office at regular intervals. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും നല്ല ആഴത്തിലും ഒക്കെ നമുക്ക് ചെക്കിങ് ഓഡിറ്റർക്ക് നടത്താൻ പറ്റും. കാരണം ഒരു റെഗുലർ ഇൻ്റർവെൽസിൽ ആ ഓഡിറ്റർ ഓഫീസിൽ അറ്റൻഡ് ചെയ്ത് ഓഡിറ്റ് നടത്തുന്നതുകൊണ്ട്. രണ്ടാമത്തത്, early and easy discovery of errors and frauds. In a continuous audit, the auditor checks the accounts in a detailed manner at regular intervals. It is thus possible for him to detect errors and frauds easily and quickly. Continuous ആയിട്ട് ഓഡിറ്റ് നടത്താനായിട്ട് ഓഡിറ്റർ അക്കൗണ്ട്സ് എപ്പോഴും ഡീറ്റെയിൽഡ് ആയിട്ട് അത് റെഗുലർ ഇൻ്റർവെൽസിൽ ചെക്ക് ചെയ്യുന്നത് കാരണം എറേഴ്സും ഫ്രോഡ്സും ഒക്കെ വളരെ നേരത്തെ തന്നെ അയാൾക്ക് കണ്ടെത്താൻ പറ്റും, വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. Quick presentation of accounts. The accounts are checked around the year, so it becomes easily possible to present the audited final accounts to the shareholders soon after the close of the financial year. ഓഡിറ്റ് ഒക്കെ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത് കാരണം ഫൈനൽ അക്കൗണ്ട്സ്, ഓഡിറ്റഡ് ഫൈനൽ അക്കൗണ്ട്സ് ഷെയർ ഹോൾഡേഴ്സിന് ആ ഒരു ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. Enforces regularity in accounting. Frequent visits by the auditor to the client's office makes the client staff regular. മിക്കപ്പോഴും ഓഡിറ്റർ ക്ലയൻറ്റിൻ്റെ ഓഫീസിൽ വരുന്നത് കൊണ്ട് ക്ലയൻറ്റിൻ്റെ സ്റ്റാഫ് വളരെ റെഗുലർ ആയിട്ട് ഉണ്ടാവും. വർക്ക് ഈസ് ഓൾവേസ് കെപ്റ്റ് അപ് ടു ഡേറ്റ് ആൻഡ് ആക്യുറേറ്റ് ഫോർ ഫിയർ ഓഫ് സർപ്രൈസ് വിസിറ്റ്സ് മെയ്ഡ് ബൈ ദി ഓഡിറ്റർ. അതുകൊണ്ട് തന്നെ അവരുടെ വർക്ക് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കും, അത് ആക്യുറേറ്റും ആയിരിക്കും. കാരണം എപ്പോൾ വേണേലും സർപ്രൈസ് വിസിറ്റ് ഓഡിറ്റർ ചിലപ്പം നടത്താം. അത് എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ മേലാത്തത് കാരണം അവരുടെ അക്കൗണ്ട്സ് ഒക്കെ വളരെ അപ് ടു ഡേറ്റ് ആയിരിക്കും, ആക്യുറേറ്റും ആയിരിക്കും. Then familiarity with technical details. The auditor's regular contact with the client's business enables him to be familiar with all the technical aspects of the business. ഓഡിറ്റർ റെഗുലർ ആയിട്ട് ക്ലയൻറ്റിൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിൽ വരുന്നത് കാരണം അയാൾക്ക് അവിടുത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ച് നല്ല ഫെമിലിയർ ആയിട്ട് ഇരിക്കാൻ പറ്റും. ആസ് എ റിസൾട്ട്, he can make valuable suggestions for improving the working of his
client's business and the system of maintaining accounts. അങ്ങനെ അവിടുത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അയാൾ ഫെമിലിയർ ആകുമ്പോൾ അയാൾക്ക് ആ ക്ലയൻറ്റിൻ്റെ ബിസിനസ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അവരുടെ വർക്കിംഗ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വേണ്ട സജഷൻസ് ഒക്കെ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനായിട്ടുള്ള കാര്യങ്ങളും നിർദ്ദേശിക്കാൻ പറ്റും. Moral check. The frequent visit by the auditor acts as a valuable moral check on the staff. ഈ ഓഡിറ്റർ ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും വിസിറ്റ് ചെയ്യുന്നത് കാരണം ക്ലയൻറ്റിൻ്റെ സ്റ്റാഫിൻ്റെ മേലെ ഒരു മോറൽ ചെക്ക്, അവരുടെ അവരുടെ സത്യസന്ധരാണോ അല്ലയോ, അവരെങ്ങനെ എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് ഒന്ന് വാല്യൂ ചെയ്യാനായിട്ട് സാധിക്കും. The moral check is strengthened where the auditor's visit is at uncertain interval. ആ മോറൽ ചെക്ക് കുറച്ചും കൂടെ ശക്തിപ്പെടുത്താൻ പറ്റുന്നത് ഈ അൺസേർട്ടൺ ഇൻ്റർവൽസിൽ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇറഗുലറായിട്ട് ഓഡിറ്റ് ചെയ്യുകയാണെങ്കിലാണ് നമുക്കത് കുറച്ചും കൂടെ ശക്തിപ്പെടുത്താൻ പറ്റുന്നത്. കാരണം എപ്പോൾ വേണേലും ഓഡിറ്റർ വരാവുന്നതുകൊണ്ട് ആ സ്റ്റാഫ് എങ്ങനെയായിരിക്കും, അവരും വളരെ അപ് ടു ഡേറ്റ് ആയിട്ടും അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടായിരിക്കും അക്കൗണ്ട്സും ഒക്കെ കൈകാര്യം ചെയ്യുന്നത്. ഇനി അഥവാ അവർ റെഗുലർ ഇൻ്റർവൽസിലാണ് ഓഡിറ്റർ വരുന്നതൊക്കെ അവർക്ക് മനസ്സിലാവും, ഇനി ആഴ്ച ഓഡിറ്റർ വരാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ അതിന് മുന്നേ എല്ലാം ശരിയാക്കി വെക്കാം എന്ന് ഉള്ള ഒരു രീതി ചിലപ്പം ആ സ്റ്റാഫ് എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അൺസേർട്ടൺ ഇൻ്റർവൽസിൽ ഓഡിറ്റർ വിസിറ്റ് ചെയ്യുകയാണെങ്കിലാണ് ആ മോറൽ ചെക്ക് കുറച്ചും കൂടെ ശക്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത്. Then declaration of interim dividend. If the management decides to declare interim dividend, they can do so as properly audited accounts are available at short intervals. ഇനി മാനേജ്മെൻറ്റിന് ഇൻട്രം ഡിവിഡൻഡ് ഒന്ന് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ ആവുന്നത് ഷോർട്ട് ഇൻ്റർവൽസിൽ നമ്മുടെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്ത് അവൈലബിൾ ആവുമ്പോഴാണ്. ഇൻട്രം ഡിവിഡൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഈ ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് അവരുടെ അക്കൗണ്ട്സ് എല്ലാം ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫുൾ ഇയറിൻ്റെ അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിലൊക്കെ പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോഴാണ് സാധാരണ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത്, ഒരു വർഷത്തെ ഫുള്ളായിട്ടുള്ള ഡിവിഡൻഡ് നമുക്ക് ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി അതിന് മുന്നേ ഒരു ചെറിയൊരു ഡിവിഡൻഡ്, രണ്ട് ഫിനാൻഷ്യൽ ഇയറിൻ്റെ കംപ്ലീഷന് ഇടയ്ക്ക് ഈ ഇടക്കാലാശ്വാസം എന്നൊക്കെ പറയല്ലേ, എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് കൊടുക്കുന്ന ഡിവിഡൻഡിനെയാണ് ഇൻട്രീം ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ആ ഇൻട്രീം ഡിവിഡൻഡ് ഒക്കെ ഡിക്ലെയർ ചെയ്യണമെന്ന് മാനേജ്മെൻറ്റ് തോന്നണമെന്നുണ്ടെങ്കിൽ, അതവർക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ഷോർട്ട് ഇൻ്റർവൽസിൽ അവരുടെ അക്കൗണ്ട്സ് ഒക്കെ പ്രോപ്പർലി ഓഡിറ്റഡ് ആയിട്ട് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ അത് അവൈലബിൾ ആവത്തുള്ളൂ. റിലീഫ് ടു ദി ഓഡിറ്റർ. As the auditor spreads his work to the full financial period, the work can be planned according to his convenience. ഒരു ഓഡിറ്റർക്ക് അയാളുടെ വർക്ക് ഒരു ഫുൾ ഫിനാൻഷ്യൽ പീരീഡിലേക്ക് സ്പ്രെഡ് ചെയ്തേക്കുന്നത്, ഡിവൈഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് കാരണം അയാളുടെ സൗകര്യാർത്ഥം കൺവീനിയൻസിനനുസരിച്ച് ആ വർക്ക് പ്ലാൻ ചെയ്യാനായിട്ടും അയാൾക്ക് സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ഓഫ് കണ്ടിന്യൂസ് ഓഡിറ്റ്. ഇനി ഡിസഡ്വാൻറ്റേജസ് ഓഫ് കണ്ടിന്യൂസ് ഓഡിറ്റ് കൊണ്ടുള്ള ദോഷങ്ങളും കൂടെ പറയണമല്ലോ. ഫസ്റ്റ് വൺ, ഓൾട്ടറേഷൻ ഓഫ് ഓഡിറ്റഡ് ഫിഗേഴ്സ്. Dishonest employees of the client may alter the figures after the auditor has checked them. It is done in order to commit or hide a fraud. കള്ളത്തരം കാണിക്കുന്ന എംപ്ലോയീസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡിറ്റർ ചെക്ക് ചെയ്ത് പോയതിന് ശേഷം അവർ ആ അക്കൗണ്ട്സിലെ ഫിഗേഴ്സിലൊക്കെ ചിലപ്പം മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട്. അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കള്ളത്തരം ഹൈഡ് ചെയ്യാൻ, ഒന്ന് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. Then interruption of client's work. The frequent visit by the auditors are likely to dislocate the work of his client, thereby causing inconvenience to him. എപ്പോഴും ഓഡിറ്റേഴ്സ് അവിടെ വരുന്നത് കാരണം ക്ലയൻറ്റിൻ്റെ എംപ്ലോയീസിന് അവരുടെ വർക്കൊക്കെ ഒന്ന് ഡിസ്ലൊക്കേറ്റ് ചെയ്ത് പോകും. കാരണം അവരുടെ ബുക്കും കാര്യങ്ങളും എല്ലാം
ഓഡിറ്റേഴ്സിന് കൊടുക്കണ്ടേ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ വർക്കിനെ അത് ബാധിക്കും. അത് അവർക്കൊരു ഇൻകൺവീനിയൻസ്, ഒരു ബുദ്ധിമുട്ടായിട്ട് വരും ആ സ്റ്റാഫിന്. Then loss of link in work. Audit staff may lose the link in work as the work is not completed in one sitting. ഒരു സിറ്റിംഗ് കൊണ്ട് അവരുടെ വർക്ക് തീർന്നില്ല എങ്കിൽ അതിലുള്ളൊരു ലിങ്ക് ആ ഓഡിറ്റേഴ്സിന് ചിലപ്പം നഷ്ടപ്പെടും. ഇറ്റ് മേ ബി ഡിഫിക്കൽട്ട് ഫോർ ദം ടു റിമെമ്പർ എവറി പീസ് ഓഫ് വർക്ക് ദേ ഹാഡ് ലെഫ്റ്റ് അൺഫിനിഷ്ഡ് ഡ്യൂറിങ് ദ ലാസ്റ്റ് വിസിറ്റ്. അവർ അവസാനം വന്നിട്ട് പോയപ്പം എവിടം വരെയാണ് തീർത്ത് വെച്ചത് എന്നുള്ള കാര്യം അവർ എളുപ്പത്തിൽ ഒന്ന് ഓർത്തിരിക്കാൻ പറ്റുകയില്ല. അത് അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ഓരോ വർക്ക് എവിടം വരെ കംപ്ലീറ്റ് ചെയ്തു എന്നതിനെക്കുറിച്ച് ഓർത്തിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഒരു ലിങ്ക്, ആ വർക്കിലുള്ള ലിങ്ക് അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട്. Then leads to unhealthy relationship. It is likely that the frequent visit of the auditor may lead to unhealthy relationship between him and the clerk. എപ്പോഴും ഓഡിറ്റർ അങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് ക്ലയൻറ്റിൻ്റെ ക്ലർക്കും ഈ ഓഡിറ്ററും തമ്മിലുള്ള ഒരു ബന്ധം അത്ര അൺഹെൽത്തി ആവത്തില്ല, അത് ഇച്ചിരി മോശമാവാനൊക്കെ സാധ്യതയുണ്ട്. Then exhaustive and tedious work. In continuous audit, the auditor is required to take detailed notes about the work done by him at each visit. This may make his work exhaustive and monotonous. ഒരു കണ്ടിന്യൂസ് ഓഡിറ്റിൽ ഓഡിറ്റർക്ക് ചില ഡീറ്റെയിൽഡ് നോട്ട്സ് ഒക്കെ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഓരോ പ്രാവശ്യം വരുമ്പോൾ അവർ കംപ്ലീറ്റ് ചെയ്യുന്ന വർക്ക് അതിനെ ബേസ് ചെയ്ത് അവർ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം. അത് അവരുടെ വർക്കിനെ ടീഡിയസ് ആക്കാനും എക്സോസ്റ്റീവ്, കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളത് ആക്കാനായിട്ടും ഒക്കെ കാരണമാകും. Then more expensive. Continuous audit is an expensive affair as it involves payment of higher fees to the auditor for his frequent visit. അവരെപ്പോഴും വരുന്നത് കാരണം ഓഡിറ്റേഴ്സിന് ഹയർ ഫീസ് ഒക്കെ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു അഫെയർ ആണ്. Then mechanical. In continuous audit, the work of the auditor becomes mechanical. Continuous auditൽ ഓഡിറ്ററുടെ വർക്ക് അതിന് കുറച്ച് മെക്കാനിക്കലായിട്ട് മാറുകയാണ്. കുറച്ചും കൂടെ അവർ മെഷീൻസ് ഒക്കെ ഉപയോഗിച്ച് കുറച്ച് ചിലപ്പം ചെയ്യേണ്ടി വരുന്ന ഒരു ഓഡിറ്റായിട്ട് മാറും. ഇത്രയാണ് കണ്ടിന്യൂസ് ഓഡിറ്റിൻ്റെ കാര്യങ്ങൾ.